ഇന്ത്യയുടെ ആണവ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന ചില ആശങ്കകൾക്ക് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ മറുപടി ലഭിച്ചിരിക്കുകയാണ്. കേരളത്തോട് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയത്തിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ ചോർന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുകയാണ് അധികൃതർ. കൂടംകുളത്ത് ആണവ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന യാതൊരുവിധ ഡേറ്റാ ചോർച്ചയും ഉണ്ടായിട്ടില്ലെന്ന് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ NPCIL ഔദ്യോഗികമായി വ്യക്തമാക്കി. ആണവ പ്ലാന്റിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം പൂർണ്ണമായും സുരക്ഷിതമാണെന്നാണ് NPCIL അറിയിച്ചിരിക്കുന്നത്. കൂടംകുളം ആണവ നിലയത്തിന്റെ നിർമ്മാണ പങ്കാളികളിൽ ഒന്നായ അനിൽ അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പിന്റെ സെർവറുകളിൽ നിന്നാണ് ഡേറ്റ ചോർന്നതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ആണവ നിലയവുമായി ബന്ധപ്പെട്ട് 19,000-ത്തിലധികം അതീവ രഹസ്യരേഖകൾ ഈ ചോർച്ചയിലൂടെ പുറത്തുപോയി എന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചത്. ഇത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സുരക്ഷയെയും പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷയെയും ബാധിക്കുന്ന ഒന്നാണെന്ന തരത്തിൽ വലിയ ആശങ്കകൾ ഉയർന്നു. എന്നാൽ ഇതിന്മേൽ റിലയൻസ് ഗ്രൂപ്പും ഇപ്പോൾ കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒരു മൂന്നാം കക്ഷിയുടെ അതായത് യോട്ട എന്ന ഡേറ്റാ സെന്ററിൽ സൂക്ഷിച്ചിരുന്ന ഫയലുകളാണ് യഥാർത്ഥത്തിൽ ചോർന്നതെന്ന് റിലയൻസ് ഗ്രൂപ്പ് സ്ഥിരീകരിച്ചു. ഇതേ കാര്യം തന്നെയാണ് NPCIL-ഉം അടിവരയിട്ട് പറയുന്നത്. ആണവ നിലയത്തിന്റെ പ്രധാന പ്ലാന്റുകളെയോ അതിന്റെ നിയന്ത്രണ സംവിധാനങ്ങളെയോ ബാധിക്കുന്ന ഒന്നുമല്ല ഇത്. നിലയത്തിന്റെ അനുബന്ധ സൗകര്യങ്ങളുടെ കരാറുള്ള റിലയൻസിൽ നിന്ന് മാത്രമാണ് ഈ വിവരങ്ങൾ ചോർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആണവ പ്ലാന്റിന്റെ സുപ്രധാനമായ പ്രവർത്തനങ്ങളെയോ വിവരങ്ങളെയോ സുരക്ഷാ കോഡുകളോ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. പൊതുജനങ്ങൾക്കിടയിൽ അനാവശ്യമായ ഭീതി പരത്തേണ്ട സാഹചര്യമില്ലെന്നാണ് ഈ ഔദ്യോഗിക വിശദീകരണങ്ങളിലൂടെ വ്യക്തമാകുന്നത്. എങ്കിലും ഒരു ആണവ നിലയവുമായി ബന്ധപ്പെട്ട ഇത്രയധികം ഫയലുകൾ ഒരു തേർഡ് പാർട്ടി ഡേറ്റാ സെന്ററിൽ നിന്ന് ചോർന്നത് ഗൗരവമുള്ളൊരു സൈബർ സുരക്ഷാ വീഴ്ചയായി തന്നെയാണ് വിദഗ്ധർ കണക്കാക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ സൈബർ സെക്യൂരിറ്റി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. കൂടംകുളം ആണവ നിലയത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ രാജ്യം അതീവ ജാഗ്രതയോടെയാണ് നിലകൊള്ളുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ആണവ നിലയമായ കൂടംകുളത്തിന്റെ 19,000-ത്തിലധികം സുപ്രധാന രേഖകൾ ചോർന്നു എന്നാണ് വാർത്തകൾ വലിയ രീതിയിൽ പുറത്തു വന്നത്. ഡാർക്ക് വെബിൽ പ്രചരിക്കുന്ന രേഖകൾ നിലയത്തിന്റെ നിർമ്മാണ കരാറുള്ള റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ നിന്നുമാണ് ലഭിച്ചതെന്ന് വേൾഡ് ലീക്സ് എന്ന ഹാക്കിംഗ് സംഘം അവകാശപ്പെട്ടു. ഇതുൾപ്പെടെ റിലയൻസുമായി ബന്ധപ്പെട്ട് 8.58 ലക്ഷത്തോളം ഫയലുകൾ വേൾഡ് ലീക്സ് ഡാർക്ക് വെബിൽ പ്രസിദ്ധീകരിച്ചതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയാണ് കണ്ടെത്തിയത്. അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് റിൻഫ്ര. ഭാഗിക വിവരച്ചോർച്ചയുണ്ടായെന്ന് റിൻഫ്ര സ്ഥിരീകരിച്ചു. യോട്ട എന്ന ഡേറ്റാ സെന്റർ കമ്പനിയുടെ സെർവറിൽ സൂക്ഷിച്ച വിവരങ്ങളാണ് പുറത്തായതെന്നാണ് റിലയൻസിന്റെ വാദം. ഡേറ്റാ ചോർച്ച സർക്കാരിനെ അറിയിച്ചെന്നും വ്യക്തമാക്കി. മെയ് 29-ന് റിൻഫ്ര സെർവറിൽ സംശയാസ്പദ ഇടപെടലുണ്ടായെന്ന് സ്ഥിരീകരിച്ച യോട്ട സൈബർ ആക്രമണ ശ്രമം തടഞ്ഞതായി അവകാശപ്പെട്ടു. തമിഴ്നാട്ടിലെ കൂടംകുളം നിലയത്തിലെ 3-4 യൂണിറ്റുകളുടെ നിർമ്മാണ കരാർ 2018-ലാണ് റിൻഫ്ര നേടിയത്. 2027-ൽ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ യൂണിറ്റുകൾക്ക് 2000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട്. 2019-ലും കൂടംകുളം നിലയം സൈബർ ആക്രമണത്തിന്റെ പേരിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഉത്തര കൊറിയൻ ഹാക്കർ സംഘവുമായി ബന്ധമുള്ള വൈറസ് നിലയത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് നെറ്റ്വർക്കിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ അന്ന് പ്ലാന്റിന്റെ പ്രധാന സംവിധാനങ്ങളെ ഇത് ബാധിച്ചില്ലെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം. കൺസ്ട്രക്ഷൻ പങ്കാളിയായ അനിൽ അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പ് തങ്ങളുടെ ഫയലുകളും ഡിജിറ്റൽ രേഖകളും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് യോട്ട എന്ന തേർഡ് പാർട്ടി ഡേറ്റാ സെന്ററിനെയായിരുന്നു. ഈ ഡേറ്റാ സെന്ററിന്റെ സെർവറുകളിലേക്ക് ഹാക്കർമാർ കടന്നുകയറിയതാണ് ചോർച്ചയ്ക്ക് കാരണം. റിലയൻസിന്റെ സ്വന്തം കോർപ്പറേറ്റ് സെർവറുകൾ സുരക്ഷിതമാണെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ചോർന്നുവെന്ന് പറയപ്പെടുന്ന 19,000-ത്തിലധികം ഫയലുകളിൽ ആണവ റിയാക്ടറുകളുടെ പ്രവർത്തന കോഡുകളോ തന്ത്രപ്രധാനമായ സുരക്ഷാ വിവരങ്ങളോ ഇല്ല. നിർമ്മാണ രേഖകൾ അതായത് പ്ലാന്റിന്റെ നിർമ്മാണ ഘട്ടത്തിൽ വിവിധ അനുബന്ധ ജോലികൾക്കായി തയ്യാറാക്കിയ പ്ലാനുകൾ, സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുകൾ, മറിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഫയലുകൾ അതായത് കരാർ ജീവനക്കാരുടെ വിവരങ്ങൾ, പ്ലാന്റിലെ ക്യാന്റീൻ, ക്വാർട്ടേഴ്സ് തുടങ്ങിയ അനുബന്ധ സൗകര്യങ്ങളുടെ ലോജിസ്റ്റിക്സ് വിവരങ്ങൾ, അതുപോലെ തന്നെ കമ്പനി ആശയവിനിമയങ്ങൾ. റിലയൻസ് ഗ്രൂപ്പും പ്ലാന്റ് അധികൃതരും തമ്മിൽ പ്ലാന്റിന്റെ അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് നടത്തിയ ഇമെയിലുകളും കത്തുകളും ഇതിൽ ഉൾപ്പെടുന്നു. എന്തുകൊണ്ട് പ്രധാന പ്ലാന്റ് സുരക്ഷിതമായിരിക്കുന്നു? ഹാക്കർമാർക്ക് ഈ വിവരങ്ങൾ ഉപയോഗിച്ച് കൂടംകുളം പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാനോ തടസ്സപ്പെടുത്തുവാനോ കഴിയില്ലെന്ന് NPCIL ഉറപ്പിച്ചു പറയുന്നു. ഇതിന് കാരണം ആണവ നിലയത്തിന്റെ നിയന്ത്രണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് എയർ ഗ്യാപ്ഡ് ശൃംഖലയിലാണ്. എന്താണ് എയർ ഗ്യാപ്ഡ് സിസ്റ്റം? പ്ലാന്റിലെ റിയാക്ടറുകളും അവയെ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടറുകളും ആഗോള ഇന്റർനെറ്റ് നെറ്റ്വർക്കുമായോ മറ്റു പൊതു നെറ്റ്വർക്കുകളുമായോ യാതൊരു വിധത്തിലും ബന്ധിപ്പിച്ചിട്ടില്ല. അവ പൂർണ്ണമായും ഒറ്റപ്പെട്ട ലോക്കൽ നെറ്റ്വർക്കിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെവിടെയിരുന്നും ഒരു ഹാക്കർക്കും ഇന്റർനെറ്റ് വഴി ഈ സിസ്റ്റത്തിലേക്ക് കടന്നു കയറാൻ സാധിക്കില്ല. സൈബർ സുരക്ഷാ ഏജൻസികളുടെ ഇടപെടൽ വിഷയം അതീവ തന്ത്രപ്രധാനമായതിനാൽ ഇന്ത്യയുടെ ഔദ്യോഗിക സൈബർ സുരക്ഷാ ഏജൻസിയായ CERT അതായത് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ ഇതിനകം തന്നെ അന്വേഷണം
ഗവേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാം കക്ഷി സെർവറുകളിൽ ഇത്തരം വിവരങ്ങൾ സൂക്ഷിക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളിൽ, അതായത് സെക്യൂരിറ്റി പ്രോട്ടോകോൾസിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നാണ് ഏജൻസികൾ പരിശോധിക്കുന്നത്. ഒരു ബാഹ്യശക്തിക്കും നമ്മുടെ ആണവ സുരക്ഷയെ തകർക്കാൻ കഴിയില്ലെന്ന NPCILന്റെ ഉറപ്പ് ജനങ്ങളുടെ ആശങ്കകൾക്ക് വലിയൊരു പരിഹാരമാണ്. എന്നാൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ സാങ്കേതിക വിദ്യ എത്രത്തോളം പുരോഗമിക്കുന്നുവോ അത്രത്തോളം തന്നെ സുരക്ഷാ ഭീഷണികളും വർദ്ധിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിച്ചുകൂടാ.